തമിഴ് സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന അജിത് കുമാർ ചിത്രമാണ് വിടാമുയർച്ചി. സിനിമ ഫെബ്രുവരി 6-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. റിലീസിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ പുതിയ ചില വാർത്തകളും റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വിടാമുയർച്ചി ഇംഗ്ലീഷ് ചിത്രം ബ്രേക്ക് ഡൌണിന്റെ റീമേക്ക് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഹൌസായ പാരമൗണ്ട് പിക്ചേഴ്സ് അതിനാൽ തന്നെ റൈറ്റ്സിന്റെ പ്രതിഫലം ചോദിച്ച് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനെ സമീപിച്ചിരുന്നു. ഇത് തർക്കമായതാണ് നേരത്തെ പൊങ്കലിന് നിശ്ചയിച്ചിരുന്ന പടം ഇറങ്ങാൻ വൈകിയതെന്നായിരുന്നു. 100 കോടി മുതൽ 150 കോടി വരെയാണ് പാരമൗണ്ട് ലൈക്കയോട് ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്രയും തുക നൽകാൻ പറ്റില്ലെന്ന് ലൈക്ക അറിയിച്ചു. ഇതോടെ ചിത്രം പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യം പോലും ഉയർന്നു. ഒടുവിലിത് രമ്യമായി തൽക്കാലം പരിഹരിച്ചാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പാരമൗണ്ട് പിക്ചേഴ്സിന് ലൈക്ക നൽകിയിരിക്കുന്നത് 11 കോടി രൂപയാണ്. ഇത് അഡ്വാൻസ് തുകയാണ്. ചിത്രത്തിന്റെ ലാഭവിഹിതം തുടർന്ന് നൽകാമെന്നതാണ് കരാർ. ഇതോടെ അവസാന കടമ്പയും കടന്നാണ് അജിത്തിന്റെ വിടാമുയർച്ചി റിലീസിന് തയ്യാറെടുക്കുന്നത്. 2 കൊല്ലത്തിന് ശേഷം തിയേറ്ററിലെത്തുന്ന അജിത് ചിത്രം കൂടിയാണ് വിടാമുയർച്ചി. തൃശ്ശിയാണ് ചിത്രത്തിലെ നായിക. അർജുൻ സർജ, ആറവ്, കസന്ദ്ര എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. മകിഴ് തിരുമേനി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഒരു ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് റിപ്പോർട്ടുകളും ട്രെയിലറും നൽകുന്ന സൂചന. അനിരുദ്ധാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.